വരുവാനായിട്ട് പോകുന്ന ISLൻ്റെ 12ാം സീസൺ എന്ന് തുടങ്ങുമെന്നൊരു ആശങ്കയിലാണ് നിലവിൽ ആരാധകർ മുഴുവൻ ഉള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു തീയതി നിലവിൽ അധികൃതർ മുമ്പോട്ട് വെച്ചിട്ടില്ല. എക്സ്പെക്റ്റ് ചെയ്യുന്നത് ISL സീസൺ തുടങ്ങുവാനായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഡിസംബർ മാസത്തിൻ്റെ അവസാനത്തോടു കൂടിയാണ് എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. അതിനു മുമ്പായിട്ട് തന്നെ സൂപ്പർ കപ്പ് നടക്കുമെന്നും അത് ഒക്ടോബർ 25-ാം തീയതി ആരംഭിക്കുമെന്നും ISLൽ നിന്ന് 12 ക്ലബ്ബുകൾ ഈ ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുക്കുമെന്നുള്ള കാര്യവും നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ കൺഫർമേഷനും പുറത്തേക്ക് വന്നിട്ടുള്ളതുമാണ്. സോ ഇത് വളരെയധികം ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പോരാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും ഈ ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നു എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത്. സോ ഈ ഒരു സാഹചര്യത്തിൽ നിലവിലെ ISLൻ്റെ ഫ്യൂച്ചർ എന്താകുമെന്ന് വ്യക്തതയില്ല എങ്കിൽ പോലും ചില ക്ലബ്ബുകൾ തങ്ങളുടെ വരുവാനായിട്ട് പോകുന്ന സീസണിന് മുൻപായിട്ടുള്ള ഓപ്പറേഷൻസൊക്കെ ക്ലബ് ലെവൽ ഓപ്പറേഷൻസൊക്കെ തന്നെ റീസ്റ്റാർട്ട് ചെയ്തു എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന, അതായത് ക്ലബ്ബ് ഓപ്പറേഷൻ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചെന്നൈയിൻ FC ആവട്ടെ, പല ക്ലബ്ബുകളും ഈ തരത്തിലുള്ള ക്ലബ്ബ് ഓപ്പറേഷൻസ്, അതായത് കോച്ചസിൻ്റെ കാര്യങ്ങളാവട്ടെ, സൈനിങ്സ് ആവട്ടെ ഒക്കെ തന്നെ പുനരാരംഭിച്ചെന്ന തരത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. സോ ഈ ഒരു സാഹചര്യത്തിൽ ഡ്യൂറൻഡ് കപ്പിൽ പങ്കെടുക്കുന്നതിന് മുമ്പുള്ള പ്രീ സീസൺ ട്രെയിനിങ് എന്നാരംഭിക്കുമെന്നൊരു സംശയം ആരാധകർക്കെല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ 3 വിദേശ താരങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവരുടെ ഈ ഒരു അവൈലബിലിറ്റിയിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇവരുമായിട്ട് പോകുന്ന സൂപ്പർ കപ്പിൽ പങ്കെടുക്കുവാനായിട്ട് പോകുന്നത്. ഡ്യൂറൻഡ് കപ്പ് കളിക്കാതിരുന്ന ഒരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ISLൻ്റെ കാര്യത്തിൽ വ്യക്തതയില്ലാത്തതിനാൽ. സോ ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷം ഒരു ടൂർണമെൻറ്റ് കളിക്കുവാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പോകുന്ന ടൈമിൽ നല്ലൊരു ട്രെയിനിങ് സെഷൻ തന്നെ വേണ്ടി വരുന്ന സിറ്റുവേഷനാണ് ഉള്ളത്. പോരാത്ത ഡേവിഡ് കെറ്റാല ബ്ലാസ്റ്റേഴ്സിനെ നയിക്കുവാനായിട്ട് പോകുന്ന സെക്കൻഡ് ടൂർണമെൻറ്റും കൂടിയാണ് ഈ ഒരു സൂപ്പർ കപ്പ്. ആദ്യവും ഒരു സൂപ്പർ കപ്പിൽ തന്നെയാണ് ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനെ ആദ്യമായിട്ട് വന്ന ടൈമിൽ നയിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു സൂപ്പർ കപ്പിൽ മോഹൻ ബഗാനോട് പരാജയപ്പെട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താവുന്ന സിറ്റുവേഷനൊക്കെ തന്നെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നതുമാണ്. സോ ഈ ഒരു സാഹചര്യത്തിൽ എന്നായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് ആരംഭിക്കുക എന്ന തരത്തിലുള്ള ഒരു വ്യക്തത നിലവിൽ ആശിഷ് നേഹി, അതായത് കേരളയുടെ റിപ്പോർട്ടറായിട്ടുള്ള ആശിഷ് നേഹി മുൻപോട്ട് വെക്കുന്നുണ്ട്. അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പ്രീ സീസൺ ട്രെയിനിങ് ആരംഭിക്കുവാൻ വേണ്ടിയുള്ള ചർച്ചകളിലെ അവസാന സ്റ്റേജിൽ ആണ് എന്നും അതുമായി ബന്ധപ്പെട്ടുള്ള കൺഫർമേഷൻസും റിപ്പോർട്ടുകളും ഒക്കെ തന്നെ ഉടൻ വരുമെന്നും മേ ബി ഒക്ടോബറിലെ ഫസ്റ്റ് വീക്കിൽ തന്നെ ഈ ഒരു ട്രെയിനിങ് സെക്ഷൻ ആരംഭിക്കുമെന്നാണ് അദ്ദേഹം മുൻപോട്ട് വെക്കുന്ന ഒരു കാര്യം. ആശിഷ് നേഹി റിപ്പോർട്ട് ചെയ്ത പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഒരു ട്രെയിനിങ് പീരീഡ് തന്നെ, ഏകദേശം ഒരു 20 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിനിങ് പീരീഡ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ട്രെയിനിങ് സെഷൻസ് കാണുമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്. അതായത് ISLന് മുൻപായിട്ട് 1 മന്ത് ട്രെയിനിങ് സീസണും പ്രീ സീസൺ ട്രെയിനിങ്ങും ഒക്കെ തന്നെ ബ്ലാസ്റ്റേഴ്സ് നടത്താറുള്ളതാണ്. സോ ആ ഒരു സാഹചര്യത്തിൽ പ്രീ സീസൺ മത്സരങ്ങളും ഒക്കെ തന്നെ ആ ഒരു ടൈം പീരീഡിൽ നടത്തുവാനായിട്ടുള്ള സാധ്യതകളുമുണ്ട്. സോ ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ട്രെയിനിങ് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒരു ഒഫീഷ്യൽ സോഴ്സിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്ലബ് ലെവൽ ഓപ്പറേഷൻസും നിലവിൽ റീസ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ഉടനെ റീസ്റ്റാർട്ട് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് സൈനിങ്ങും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ സാധാരണ ഈ ഒരു ടൈം പീരീഡ് ആകുമ്പോൾ തന്നെ സൈനിങ് എല്ലാം പൂർത്തിയായിട്ട് ഒരു പുതിയൊരു സീസണിന് വേണ്ടിയുള്ള കിക്ക് ഓഫിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് സാധാരണയായിട്ട് നമ്മൾ കാണുന്നത്. സോ കണ്ടു തന്നെ അറിയാം നിലവിലുള്ള സാഹചര്യത്തിൽ എന്താവും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി സ്ട്രക്ചർ എന്നത്. കാരണം നമുക്ക് ഒന്നും വ്യക്തമായിട്ട് പറയുവാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് നിലവിലുള്ളത്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത് കിട്ടുന്ന ഒഫീഷ്യൽ സോഴ്സിൽ നിന്നുള്ള വാർത്തകൾ മാത്രം നമ്മുടെ ചാനലിലൂടെ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ കണ്ടു തന്നെ അറിയാം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി എന്താകുമെന്നുള്ളത്.